ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിറൈ എന്ന തമിഴ് മൂവിയുടെ കഥയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം കാമുകിയുടെ അച്ഛനെ കൊന്നിട്ട് ജയിലിൽ പോകുന്ന കാമുകന് വേണ്ടി കാത്തിരിക്കുന്ന കാമുകി, അവരെ ഒന്നിച്ച് ജീവിക്കാനായി സഹായിക്കുന്ന പോലീസുകാരൻ. ഇവർ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമോ, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കാണിക്കുന്ന ചെറിയൊരു നല്ല പടമാണ് സിറൈ. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ സിനിമയുടെ സ്റ്റോറിയിലേക്ക് നമുക്ക് കിടക്കാം. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് കതിരവനെയാണ്. കതിരവൻ ഒരു കോൺസ്റ്റബിളാണ്. കോടതിയിലേക്ക് പോകുന്ന കുറ്റവാളികൾക്ക് എസ്കോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് കതിരവൻ്റെയും കൂടെയുള്ള പോലീസുകാരുടെയും ജോലി. സോ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു കുറ്റവാളിയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് അയാളുമായിട്ട് കോടതിയിലേക്ക് പോകുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആ കുറ്റവാളിയുടെ ബന്ധുക്കൾ വന്നിട്ട് ഇയാളെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് കൂടെയുള്ള പോലീസുകാരെ ആക്രമിക്കുന്നു. മുളക് വെള്ളമൊക്കെ എടുത്ത് മുഖത്തൊഴിച്ചിട്ട് അയാളെ അവിടെ നിന്ന് കൊണ്ടുപോകാനായി ശ്രമിക്കുന്നു. നമ്മുടെ കതിരവൻ ഒത്തിരി അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളെയും കൊണ്ട് ആ കൂടെയുള്ളവർ പോകുന്നു. ആ ടൈമിൽ കതിരവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് വെച്ച് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇത് ആക്ച്വലി വലിയ പ്രശ്നമാവുന്നു. പബ്ലിക്കിൻ്റെ ഇടയിൽ ഓടിക്കൊണ്ടിരുന്ന കൊലയാളിയെ വെടിവെച്ച് കൊന്നതും അത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നതും കൊണ്ട് തന്നെ ഉയർന്ന മേലുദ്യോഗസ്ഥർ ഇവരെ വഴക്ക് പറയുകയാണ്. പക്ഷേ ഇവർക്ക് വേറൊരു വഴിയില്ലാഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ ഇവർക്കെതിരെ എൻക്വയറിക്ക് ഒരു കമ്മിറ്റി നിയോഗിക്കുകയാണ്. ആ കമ്മിറ്റിയിലെ ആളുകൾ കതിരവൻ്റെ അടുത്ത് നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അയാൾ പറയുന്നു, ഞാൻ എസ്കോർട്ട് സ്ഥിരമായിട്ട് പോകുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറ്റവാളികളെ രക്ഷപ്പെട്ട് പോകാറുണ്ട്, അവരെ ഒരിക്കലും പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവൻ ഒത്തിരി കൊല ചെയ്ത ഒരു കുറ്റവാളിയാണ് ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അവനെപ്പോലുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ജീവന് ആപത്ത് വരാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ അവനെ വെടിവെച്ചതെന്ന് അവൻ തിരിച്ചു വാദിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ഈ മേലുദ്യോഗസ്ഥൻ അവനെ വീണ്ടും വഴക്ക് പറയുന്നുണ്ട്. നിന്നെയൊക്കെ എത്ര പറഞ്ഞാലും നീയും നന്നാവില്ല എന്ന് ദേഷ്യപ്പെട്ടിട്ട് അയാൾ പോവുകയാണ്. ഇത് കതിരവൻ്റെ വൈഫും പറയുന്നുണ്ട്. അവരും ഒരു പോലീസുകാരാണ്. പക്ഷേ വൈഫിന് ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയുന്നു, ഞാൻ എൻ്റെ ജീവൻ കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വെടിവെച്ച് വീഴ്ത്തിയതെന്ന്. പക്ഷേ വൈഫ് അങ്ങനെയൊന്നും കോംപ്രമൈസ് ആവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാരെല്ലാം കൂടെ ചെറിയൊരു പാർട്ടി പോലെ നടത്തുകയായിരുന്നു. ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പുക വലിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ മുഖത്തേക്കാണ് വീണതെന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ട് അടിയിടുന്നു. കതിരവൻ വന്നിട്ട് അത് സോൾവ് ആക്കുന്നു. അതിനുശേഷം നമ്മുടെ കതിരവൻ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോലും വൈഫ് അവൻ്റെ അടുത്ത് അത്ര മൈൻഡ് ചെയ്യുന്നില്ല. കതിരവന് അവൻ്റെ ഒരു അമ്മയും മകളും അതുപോലെ വൈഫുമാണ് വീട്ടിലുള്ളത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ തൻ്റെ വൈഫിനെ വിളിക്കാൻ പോയി അവളുടെ അടുത്ത് കോംപ്രമൈസായി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവൻ മാറ്റിയെടുക്കുന്നുണ്ട്. അടുത്ത ദിവസം കതിരവൻ എസ്കോർട്ടിന് കുറ്റവാളികളെ കൊണ്ടുപോകാൻ ജയിലിൽ വരുമ്പോഴാണ് തൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് അവന് പോകാൻ പറ്റുന്നില്ല, അവനെ എസ്കോർട്ടിന് മേലുദ്യോഗസ്ഥൻ ഇട്ടിട്ടുണ്ടെന്ന കാര്യം കതിരവൻ അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മേലുദ്യോഗസ്ഥനോട് പറഞ്ഞിട്ട് അവന് പകരമുള്ള എസ്കോർട്ടിന് ഞാൻ പൊക്കോളാം, അവനെ ദയവ് ചെയ്ത് അവൻ്റെ അമ്മയുടെ അടുത്ത് വിടണമെന്ന് സംസാരിച്ച് ശരിയാക്കുകയാണ്. അങ്ങനെ തൻ്റെ ഫ്രണ്ടിന് എസ്കോർട്ട് പോകേണ്ട സ്ഥാനത്ത് ഇന്ന് കതിരവനാണ് പോകുന്നത്. അവൻ നേരെ ജയിലിൽ ചെന്നിട്ട് തൻ്റെ കയ്യിലുള്ള പേപ്പർ അവിടെ കൊടുത്തിട്ട് നേരെ കുറ്റവാളിയെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. കൂടെ 2 പോലീസുകാരും കതിരവൻ്റെ കൂടെ പോകുന്നുണ്ട്. അബ്ദുള്ള എന്നൊരു പയ്യനുമായിട്ടാണ് കതിരവന് ഇന്ന് കോടതിയിലേക്ക് എസ്കോർട്ട് പോകേണ്ടത്. അവനെ കാണുമ്പോൾ തന്നെ മുഖത്ത് ഒരു പരുങ്ങലും വെപ്രാളും ഒക്കെ തന്നെയാണ്. കതിരവൻ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണമെന്ന്. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ കതിരവനില്ലാത്ത സമയത്ത് അവൻ്റെ ബാഗും പേഴ്സും ഒക്കെ തപ്പി നോക്കുകയാണ്. നിൻ്റെ പൈസയെല്ലാം എവിടെ പോയി ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലാന്ന് അബ്ദുള്ള പറയുന്നുണ്ട്. ഇങ്ങനെ എസ്കോർട്ടിന് കൊണ്ടുപോകുമ്പം ഈ ജയിൽപ്പുള്ളികളുടെ കയ്യിലുള്ള കാശ് ഈ കതിരവൻ്റെ കൂടെയുള്ള കോൺസ്റ്റബിൾസ് എടുക്കുന്നത് പതിവാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് പറയുന്നു, സർ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് വരാമെന്ന്. കതിരവൻ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും പിന്നീട് പോയിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അബ്ദുള്ളയെ കൂട്ടി കതിരവൻ ആ ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം കതിരവൻ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ഏത് വഴി നമുക്ക് ഓടി രക്ഷപ്പെടാം, ആ ഒരു രീതിയിലൊക്കെയാണ് അവൻ്റെ ഒരു നോട്ടം കണ്ടാൽ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ കതിരവൻ കൈയിടുക പോകുന്ന സമയത്ത് അബ്ദുള്ള അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ കൂടെയുള്ള 2 കോൺസ്റ്റബിൾസ് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ആ 2 കോൺസ്റ്റബിൾസിന് ചെറിയൊരു ആട്ടൽ പോലെ നമ്മുടെ കതിരവന് ഫീൽ ചെയ്യുന്നു. കള്ളു കുടിച്ച് ചെറിയ ലെക്കില്ലാത്തൊരു അവസ്ഥയിലാണ് 2 പേരും ഉള്ളത്. അപ്പോൾ കതിരവൻ അവരെ വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ബസ്സിൽ കയറി അബ്ദുള്ളയുടെ കൂടെ ഇരിക്കുന്നത് കതിരവനാണ്. 2 കോൺസ്റ്റബിൾസ് തൊട്ട് പുറകിൽ തന്നെ ഇരിപ്പുണ്ട്.
ഇവൻ്റെ ഒരു പരുമ്പലും പങ്കലും ഒക്കെ കാണുമ്പോൾ കതിരവൻ ആകെ ഒരു ടെൻഷനാണ്. ഇവനെങ്ങാണോ ഓടി രക്ഷപ്പെടുമെന്ന്. അവൻ വലിയൊരു ചങ്ങല ഉപയോഗിച്ച് അവനെ ആ ബസ്സിൻ്റെ സീറ്റുമായിട്ട് കൊളുത്തിയിടും. അതിനുശേഷം ആ കോൺസ്റ്റബിൾസും പുറകിന് കടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. കതിരവൻ ഉറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ അബ്ദുള്ള മാത്രം ഉറങ്ങുന്നില്ല. ആ സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും ഒരു വൈഫും ഹസ്ബൻഡും അവിടേക്ക് കയറി വരികയാണ്. ആ പെൺകുട്ടിയുടെ തലയിൽ നിറയെ മുല്ലപ്പൂക്കളാണുള്ളത്. അവനപ്പോൾ എന്തൊക്കെയോ ആലോചിക്കുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. ഏതോ ഒരു പെൺകുട്ടിയെ നമ്മളെ അപ്പോൾ കാണിക്കുന്നുമുണ്ട്. പിന്നീട് കുറച്ച് ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അബ്ദുള്ള ഒരു പലചരക്ക് കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അവന് അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു പോയതാണ്. അവന് അവൻ്റെ അമ്മ വലിയ കാര്യമായിരുന്നു. അച്ഛൻ മരിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അബ്ദുള്ള തന്നെയായിരുന്നു. അബ്ദുള്ളയ്ക്ക് ഈ പലചരക്ക് കട കൂടാതെ ടി വിയുമായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോയി സിനിമ കാണിക്കുന്ന പരിപാടി. ഒരു മരണ വീട്ടിൽ ടി വിയിൽ സിനിമ കാണിക്കുന്ന ഒരു സീനാണ് നമ്മളെ കാണിക്കുന്നത്. അവൻ അവിടെ ടി വി വെച്ചിട്ട് തൊട്ടടുത്തിരുന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് അവിടെ കലയരിശി വന്നിട്ട് എല്ലാവർക്കും ചായ കൊടുക്കുന്നത്. എന്നിട്ട് അബ്ദുള്ളയുടെ അടുത്ത് ആരും അറിയാതെ പറയുന്നുണ്ട്, ഈ സിനിമ മാറ്റിയിട്ട് നീ ഒരു റൊമാൻറ്റിക് മൂവി ഇടാൻ. അവൾ പറയുന്ന പോലെ അത് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ അവൾക്കും ചെറിയ സന്തോഷമാവുന്ന പോലെ നമ്മളെ കാണിക്കുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള കുറേ സീൻസുകളാണ് നമ്മളെ കാണിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവും കൊച്ചിലെ തൊട്ട് ഇവർ പരിചയക്കാരുമാണ്. കലയരിസിക്ക് നമ്മുടെ അബ്ദുള്ളിനെ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ വലുതായപ്പോൾ അവന് ആ ഒരു ഇഷ്ടം തിരിച്ചും അവളോട് തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് അബ്ദുള്ള ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ തന്നെ ടി വി സെറ്റിയുമായിട്ട് ഷോ കാണിക്കാൻ പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഈ സിനിമയൊന്നുമല്ല വേണ്ടത്, മൂവീസാണ് വേണ്ടതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അബ്ദുള്ള പറയുന്നുണ്ട് അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. ആ ടൈമിൽ ഒരുത്തൻ പറയുന്നുണ്ട് നീ നിൻ്റെ ഓണറെ വിളിച്ച് പറ, അയാൾക്കറിയാം, നീ പോയി എത്രയും പെട്ടെന്ന് കാസറ്റ് എടുത്തിട്ട് വരാൻ പറയുന്നു. അബ്ദുള്ള തന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പോൾ അയാൾ അടിക്കുന്നുണ്ട്. ശരിക്കും അത് കലയരിസിയുടെ മാമനായിരുന്നു. ഇത് കലയരിസിയും അറിയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നീ എന്തിനാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ അടി മേടിക്കുന്നത്, നിനക്ക് തിരിച്ചു കൊടുത്തുകൂടായിരുന്നോ എന്ന്. ഇതെല്ലാം കലയരിസിയുടെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കലയരിസിയുടെ മാമൻ അടുത്ത് വന്നിട്ട് നമ്മുടെ കലയരിസിയുടെ ചേച്ചിയുമായിട്ട് അടിയാണ്. അവർ തമ്മിൽ അടിയിടി ശബ്ദം കേട്ട കലയരിസിയും അവിടെ ഓടിച്ചെന്ന് അതിൽ ഇടപെടുകയാണ്. അവളെ ആക്രമിക്കാൻ മാമൻ വരുന്ന കണ്ടിട്ട് അബ്ദുള്ളും പോയി എതിർക്കുകയാണ്. അങ്ങനെ അവിടെ മൊത്തം അടിപിടി വലിയാവുന്നുണ്ട്. കലയരിസിയുടെ മാമൻ നമ്മുടെ അബ്ദുള്ള ചെരുപ്പിട്ട് കർണക്കുറ്റിക്ക് അടി കൊടുക്കുന്നുണ്ട്. ആ അടി കണ്ടിട്ട് നാട്ടുകാരിൽ ഒരാൾ ചെന്ന് അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നയാൾ നിൻ്റെ മകനെ എടുത്തിട്ട് അടിക്കുകയാണെന്ന്. ഇതറിഞ്ഞ അമ്മ തൻ്റെ മകനെ കൂട്ടി വന്നിട്ട് ആ വീടിന് മുന്നിൽ അടിയാവുന്നു. ഇത് കേട്ട് കള്ളു കുടിച്ച് കിറങ്ങിയിരിക്കുന്ന കലയരിസിയുടെ മാമൻ പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കത്തിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല വാക്പോരിൽ ഏർപ്പെടുന്നുണ്ട്. ആ സമയത്ത് കലയരിസിയുടെ അച്ഛൻ ഇതെല്ലാം സോൾവ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടുത്ത ദിവസം കലയരിസി അബ്ദുള്ളയെ കാണാൻ വരുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇന്നലെ നടന്ന അടിയിൽ എനിക്ക് മനസ്സിലായി നമുക്ക് തമ്മിൽ ഒരുമിച്ച് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഇതെല്ലാം നിർത്താമെന്ന് പറയുന്നു. പക്ഷേ അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അവരില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം പറയുന്നു. ഈ സമയത്ത് നമ്മുടെ അബ്ദുള്ളയുടെ അമ്മ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ ആ സമയത്ത് നീ എന്തിനാണ് അവളുടെ വീട്ടിൽ പോയെന്ന്. അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും അബ്ദുള്ള പറയുന്നു. സോ ഈ പ്രശ്നങ്ങൾക്ക് ശേഷവും കലയരിസിയും അബ്ദുള്ളയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാണിക്കുന്നത് ഇപ്പോഴത്തെ കഥയാണ്. ആ സമയത്ത് കതിരവൻ ബസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അബ്ദുള്ള ഉറങ്ങിയിട്ടില്ല. അവനോട് എന്താണ് ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ടൈമിൽ ബസ് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് നിർത്തുകയാണ്. ഈ ടൈമിൽ നമ്മുടെ അബ്ദുള്ളയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ആ രണ്ട് കോൺസ്റ്റബിൾസിൻ്റെ കൂടെ കതിരവൻ അവരെ അങ്ങോട്ട് വിടുകയാണ്. ഒത്തിരി നേരം കഴിഞ്ഞിട്ടും അബ്ദുള്ള ഇറങ്ങി വരുന്നില്ല. ആ ടൈമിൽ കതിരവൻ വന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നു ഇത് മതി, അവനെ ഇറക്കിക്കൊണ്ട് നിങ്ങൾ ബസ്സിൽ കൊണ്ടുപോയിരുത്ത്, ഞാൻ വന്നേക്കാമെന്ന് പറയും. ഈ ടൈമിൽ കോൺസ്റ്റബിൾസ് അബ്ദുള്ളയും കൊണ്ട് ബസ്സിലേക്ക് പോകുകയാണ്. കൂടെ ഉണ്ടായിരുന്ന എപ്പോഴും വഴക്കുണ്ടാക്കുന്ന കോൺസ്റ്റബിൾ പുറത്ത് നിന്ന് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന ഒരുത്തൻ്റെ സിഗരറ്റിൻ്റെ പുക അവൻ്റെ മുഖത്ത് വീണു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടിയാവും. ഈ അടി കണ്ടിട്ട് ബസ്സിലുണ്ടായിരുന്ന കോൺസ്റ്റബിളും തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും ബാഗും ഒക്കെ ബസ്സിലിട്ടിട്ട് ഓടി വന്ന് തൻ്റെ സഹപ്രവർത്തകനെ രക്ഷിക്കാനായി വരുന്നു. കതിരവൻ ആ സമയത്ത് ഇതെല്ലാം കേട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ അബ്ദുള്ള എവിടെ, നിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് പേടിച്ച് ആ രണ്ട് കോൺസ്റ്റബിൾസും അവിടെ ചെല്ലുമ്പോൾ സ്റ്റാൻഡിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ കതിർവീരനും കൂടെയുള്ള ആ കോൺസ്റ്റബിൾസും മറ്റൊരു ബസ് പിടിച്ച് ആ ബസ്സിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അവരങ്ങനെ ആ ബസ്സിനെ വലം വെച്ച് അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ അബ്ദുള്ള ഇല്ല. കൂടെ ഉണ്ടായിരുന്ന തോക്കും സാധനങ്ങളും ഒന്നുമില്ല. സോ പ്രശ്നം വഷളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ കതിർവീരൻ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ഓൾറെഡി ഒരാളെ കൊന്ന കേസ് നിൻ്റെ പേരിലുണ്ട്, അതുകൊണ്ട് നീ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. അങ്ങനെ കതിരവനും കോൺസ്റ്റബിൾസും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് തൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് അബ്ദുള്ള തോക്കുമായിട്ട് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. കൂടെയുള്ള ആ
മദ്യപിച്ച കോൺസ്റ്റബിൾസിന് ഇവനെ കണ്ട് ദേഷ്യം വരുമ്പോൾ അവനെ എടുത്ത് അടിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇവരെ എതിർക്കുകയാണ്. എന്നിട്ട് അയാൾ കാര്യം തിരക്കുമ്പോൾ ഇവൻ തോക്കുമായിട്ട് രക്ഷപ്പെട്ടാന്ന് പറയുന്നു. പക്ഷേ സത്യം അതല്ലെന്ന് ആ പോലീസുകാരന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ കോൺസ്റ്റബിൾസിനെ വഴക്ക് പറഞ്ഞിട്ട് അവരുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടുത്തെ ഫയലിൽ എഴുതി വെക്കുകയാണ്. ആ സമയത്താണ് ആ 2 കോൺസ്റ്റബിൾസ് കള്ളു കുടിച്ചിട്ടുള്ള കാര്യം ആ SIക്ക് മനസ്സിലാവുന്നത്. അയാൾ അവരെ വഴക്ക് പറയുന്നുണ്ട്. ആ ടൈമിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ സാറ് കുടിച്ചിട്ടില്ല, ഞങ്ങൾ മാത്രമാണ് കുടിച്ചത്, ഇത് ദയവ് ചെയ്ത് മുകളിൽ ആരോടും വിളിച്ചു പറയരുതെന്ന് പറഞ്ഞ് അവർ കാല് പിടിക്കുന്നു. അങ്ങനെ അയാൾ അത് വെറുതെ വിടാമെന്ന് വിചാരിച്ചിട്ട് ഇവരോട് തോക്ക് എന്തേ, അതിലെ ബുള്ളറ്റ് എന്തേന്ന് ചോദിക്കുമ്പോൾ പറയുന്നു തോക്ക് ഫുള്ളി ലോഡഡ് ആണെന്ന്. എസ്കോട്ടും കൊണ്ട് മുമ്പ് എന്തിനാണ് തോക്ക് ഫുള്ളി ലോഡഡായിട്ട് വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അവനൊരു മുസ്ലിം ആണെന്ന് ആ കോൺസ്റ്റബിൾ പറയുകയാണ്. ഇത് കേട്ട് അയാൾ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാനും ഒരു മുസ്ലിമാണ്, നിനക്ക് മുസ്ലിങ്ങളെ കൊല്ലണോ? എങ്കിൽ എന്നെ തന്നെ ആദ്യം കൊല്ലെന്ന് പറയുന്നു. അയാൾക്ക് ദേഷ്യം ഒട്ടും അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ അപ്പം തന്നെ അബ്ദുള്ളയെ കൂട്ടി നിങ്ങൾ 3 പേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ദേഷ്യപ്പെട്ട് പറയുന്നു. വഴിയരികിൽ ആ പോലീസുകാർ ഇവർ 3 പേരും നടന്നു പോകുന്നത് കണ്ടിട്ട് അവർക്ക് ലിഫ്റ്റ് കൊടുത്ത് മെയിൻ റോഡിൽ കൊണ്ടാക്കി ഒരു വണ്ടിയിൽ കയറ്റി ആ കോടതിയിലേക്ക് വിടുകയാണ്. ട്രക്കിൻ്റെ മുകളിലിരുന്നാണ് ഇവർ കോടതിയിലേക്ക് പോകുന്നത്. ആ സമയത്ത് കതിരവൻ അബ്ദുള്ളയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ വിലങ്ങിടാതെ കോടതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ, അത് എന്തിനാണെന്ന്. അപ്പോഴാണ് അബ്ദുള്ള ആ കഥകൾ പറയുന്നത്. തൻ്റെ കാമുകിയായ കരേരിസി തന്നെ ഈ വിലങ്ങോടുകൂടി കണ്ടാൽ അവൾ ഒത്തിരി കരയുമെന്ന്. അങ്ങനെ അവൻ ആ ഫ്ലാഷ് ബാക്ക് കഥയുടെ ബാക്കി പറയുകയാണ്. ആ പ്രശ്നങ്ങൾക്ക് ശേഷവും കലേരിസിയും അബ്ദുള്ളയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോവുകയായിരുന്നു. അത് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ അവളുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. ഇത് കേട്ടുകൊണ്ട് വന്ന ചേച്ചി പറയുന്നുണ്ട്, പതുക്കെ പറ, അച്ഛനോ എൻ്റെ ഭർത്താവോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ നടക്കും, അതുകൊണ്ട് ഇതാരും അറിയേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാമെന്ന് ആ ചേച്ചി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയം തന്നെ അബ്ദുള്ളയുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവരും ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവർ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് മകനോട് അമ്മ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കലേരിസിയുടെ അച്ഛൻ വന്ന് നമ്മുടെ അബ്ദുള്ള എടുത്തിട്ട് അടിക്കുകയാണ്. പിടിച്ചു മാറ്റാൻ പോകുന്ന അബ്ദുള്ളയുടെ അമ്മയെ അയാളുടെ അച്ഛൻ തെള്ളിയിടുകയാണ്. അവർ ബോധം കെട്ട് റോഡിലേക്ക് വീണ് കിടക്കുന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ടു വന്ന അബ്ദുള്ള ആ കലേരിസിയുടെ അച്ഛനെ എടുത്തിട്ട് അടിച്ച് തെള്ളിയിടുകയാണ്. അയാളും അവിടെ തലയടിച്ച് വീഴുന്നു. അങ്ങനെ ഇല്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയുടെ ബോഡിയുമായിട്ട് അബ്ദുള്ള നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ എത്രയും പെട്ടെന്ന് എത്തിയിട്ട് തന്നെ അവരുടെ ജീവൻ അവന് രക്ഷിക്കാനായി. അവൻ അവൻ്റെ അമ്മയ്ക്ക് മാറാനായി വസ്ത്രങ്ങൾ എടുക്കാൻ പോകുമ്പോഴാണ് കലേരിസിയുടെ അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത അവൻ അറിയുന്നത്. അവർ ഇന്നലെ പിടിച്ച് തെള്ളിയപ്പോൾ അതൊരു പാറക്കല്ലിൻ്റെ മുകളിലാണ് ചെന്ന് വീണത്. അങ്ങനെ അയാൾ അപ്പോൾ തന്നെ മരിച്ചിരുന്നു. താൻ കാരണമാണ് അയാൾ മരിച്ചതെന്ന് മനസ്സിലാക്കിയ അബ്ദുള്ള അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവുകയും പിന്നീട് ആ നാട്ടിൽ കലേരിസിയുടെ ബന്ധുക്കൾ അബ്ദുള്ളിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഹോസ്പിറ്റലായിരുന്ന നമ്മുടെ അബ്ദുള്ളയുടെ അമ്മ മരിച്ചു പോകുന്നത്. അത് കലേരിസിയാണ് അവൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അതോടെ കേൾക്കുമ്പോൾ അബ്ദുള്ള ആകെ തകർന്നു പോവുകയാണ്. അവൻ ഒരു അനാഥനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഓരോ തവണയും കോടതിയിൽ ഹാജരാക്കുമ്പോൾ കലേരിസി അബ്ദുള്ളയെ കാണാനായിട്ട് വരുന്നുണ്ട്. ഓരോ തവണയും കോടതി ഡേറ്റ് മാറ്റി കൊടുക്കുമ്പോൾ ആ ഡേറ്റുകളെല്ലാം പോകുന്നതിന് മുമ്പ് കലേരിസിയുടെ അടുത്ത് അബ്ദുള്ള പറയാറുണ്ട്. ഓരോ തവണയും തന്നെ വിലങ്ങിടിച്ച് കാണുമ്പോൾ അവൾ കരയാറുണ്ട്. അതുകൊണ്ടാണ് അടുത്ത തവണ വിലങ്ങിടിക്കുമ്പോൾ അവളെ കരയിക്കാതിരിക്കാൻ നാളത്തേക്ക് അത് നൂരി മാറ്റാവും ചോദിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ നായകൻ തൻ്റെ വൈഫിനെ വിളിച്ചിട്ട് സ്വന്തം അച്ഛനെ കൊന്ന ഒരാളോട് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വൈഫ് പറയുന്നുണ്ട്, ഒരു കണ്ടീഷനും വെച്ചല്ല ഒരു പെൺകുട്ടിയും ആരെയും സ്നേഹിക്കുന്നത്, സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ അതൊരിക്കലും മറക്കാനും സാധിക്കില്ലെന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കോടതിയിൽ പോകാൻ ഒരു ലോഡ്ജിൽ ഒരു മുറി എടുത്തിട്ട് അവരെല്ലാം ഫ്രഷ് ആവുകയാണ്. നമ്മുടെ അബ്ദുള്ള നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിച്ച് പുതിയൊരു ഷർട്ടും എല്ലാം ധരിച്ച് വളരെ സുന്ദരനായിട്ടാണ് പോകുന്നത്. ആ ടൈമിലാണ് കോൺസ്റ്റബിൾസ് വന്നിട്ട് നമ്മുടെ അബ്ദുള്ളയുടെ കയ്യിൽ വിലങ്ങിടുന്നത്. കതിരവന് അവനെ ഇന്നലെ പറഞ്ഞ കഥ ഓർമ്മ വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ നിനക്ക് ഇന്നലെ തന്നെ രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് നിന്നോടുള്ള വിശ്വാസം കൊണ്ട് നീ പറഞ്ഞ കഥ വിശ്വസിച്ചത് കൊണ്ടും ഞാൻ ഇന്ന് നിൻ്റെ കയ്യിലുള്ള വിലങ്ങ് ഊരി മാറ്റുകയാണെന്ന്. അവർ കോടതിയുടെ മുന്നിൽ വന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടും കലവരിസിയെ കാണുന്നില്ല. കൂടെയുള്ള കോൺസ്റ്റബിൾസ് ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ട് ഇങ്ങനെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ടാൽ അത് മറ്റു പ്രശ്നങ്ങളാവുമെന്ന്. സോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതി കതിരവനും മറ്റു കോൺസ്റ്റബിൾസും ഇവനെ കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്താണ് നമ്മുടെ കലേരിസി ആ ഗേറ്റിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് കാണുന്നത്. കതിരവൻ ഇത് കാണുന്നുണ്ട്. അവൻ പോയി അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയുന്നു, നിന്നെ കാണാനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ നിന്റെ കഥയെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്തിനാ? അവൻ്റെ അടുത്ത് പോയി കുറച്ചു നേരം സംസാരിച്ചു കൊള്ളാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒത്തിരി നാളുകൾക്ക് ശേഷം കുറെ അടുത്തിരുന്ന് സംസാരിക്കും. പിന്നീട് കതിരവൻ അബ്ദുള്ളയുടെ അടുത്ത് ചോദിക്കുന്നു, നീ ഇവളെ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നിങ്ങൾക്കൊരു ജീവിതവും വേണ്ടേ? നിന്റെ കേസാണെങ്കിൽ ഇതുവരെ കോടതിയിൽ വാദിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല, 5 കൊല്ലമായി.
പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവൾ നിന്നെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അബ്ദുള്ള ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി വക്കീലാരുമില്ല, ഞാനൊരു അനാഥനാണല്ലോ, വക്കീലാരും വന്നാൽ തന്നെ ഈ കേസ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആ ടൈമിൽ കതിരവൻ പറയുന്നുണ്ട്, നിനക്ക് ഇവർക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പെടുത്താൻ പാടില്ലേ എന്ന് കലയരിച്ച് എടുത്ത് ചോദിക്കുമ്പോൾ അവളൊരു വക്കീലിനെ ഏർപ്പാടാക്കിയപ്പോൾ അന്ന് മാമൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാര്യമെല്ലാം പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് കതിരവൻ പറയുകയാണ്, ഇനി ആകെപ്പാടെ ഒരു വഴിയേ ഉള്ളൂ, ഒരു ജഡ്ജിയുണ്ട് ഇവിടെ, ആ ജഡ്ജിയുടെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ കയറി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും പറഞ്ഞു നോക്ക്, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന് പറയുന്നു. ആ ടൈമിൽ അവിടെ അബ്ദുള്ള അടുത്ത് കതിരവൻ ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി എന്തുകൊണ്ടാണ് നീ രക്ഷപ്പെടാതിരുന്നതെന്ന്. അവൻ പറയുന്നുണ്ട്, ഞാനൊരു മുസ്ലിം അല്ലേ സാറേ, അത് കൂടാതെ ഒരു ജയിൽ ചാടിയ പുള്ളിയും, ഞാൻ രക്ഷപ്പെട്ടിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം കൂടെ എന്തിനാണ് തകർക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എങ്ങനെ രക്ഷപ്പെടാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തതെന്ന്. അങ്ങനെ കതിരവൻ്റെ സഹായത്തോട് തന്നെ അവർ രണ്ടുപേരും ആ ജഡ്ജിയെ കാണാനായിട്ട് ആ കോടതിയുടെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. ആ ടൈമിൽ കതിരവൻ അബ്ദുള്ളയെ പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇമോഷണലായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന്. ആ സമയത്ത് കതിരവൻ അവിടെ നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ അബ്ദുള്ളയ്ക്ക് നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ കതിരവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് കോടതിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവിടെയുള്ള വക്കീലൊക്കെ പറയുമ്പോൾ അവനത് നിർത്തുന്നുണ്ട്. അതിനുശേഷം അവരെ രണ്ടുപേരെയും നമ്മുടെ ജഡ്ജിയെ കാണിക്കാനായിട്ട് കതിരവൻ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഇവരുടെ നമ്പർ വിളിക്കുന്ന ടൈമിൽ രണ്ടുപേരും ഓടി അകത്തേക്ക് ചെന്നിട്ട് ജഡ്ജിയുടെ കാലയെ പിടിച്ച് കിടന്ന് കരയുകയാണ്. കരഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ജഡ്ജിക്കൊന്നും മനസ്സിലാവാതെ കതിരവനെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുമ്പോൾ ഇവൻ ഇതുപോലെ ഒരു കൊലക്കുറ്റം ചെയ്തതാണ്, 5 കൊല്ലമായിട്ട് ഇതുവരെ അവൻ്റെ ഹിയറിംഗ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് ഞാനാണ് സാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വന്ന് പറയാൻ വേണ്ടി ഇവനോട് പറഞ്ഞതെന്ന്. ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക, ഞാൻ ഈ കേസിലാവൊന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും വക്കീലിനെയും കൊണ്ട് ഇവരുടെ കേസിൻ്റെ ഫുൾ ഫയൽസ് എടുത്ത് ആ ജഡ്ജി പഠിച്ചു നോക്കിയാണ്. അതിനുശേഷം കതിരവനെ വിളിച്ച് പറയുന്നുണ്ട്, നീ ഇവരെ കൊണ്ട് പൊക്കോളാൻ. പക്ഷേ കതിരവൻ വിചാരിക്കും കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന്. വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് അബ്ദുള്ളയും അതുപോലെ കലയരിസിയും പറയുന്നത്, തൻ്റെ കഥകളെല്ലാം ജഡ്ജിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതുപോലെ തന്നെ ഞങ്ങൾ ഇഷ്ടത്തിലായതും അന്ന് രാത്രി ഇവളുടെ അച്ഛൻ എൻ്റെ അമ്മയെ പിടിച്ച് തെള്ളിയപ്പോൾ ഞാൻ ആ ദേഷ്യത്തിൽ പിടിച്ച് തെള്ളിയപ്പോൾ അയാൾ അറിയാതെ മരിച്ചു പോയതാണ്. ആ വീഴ്ചയിൽ തന്നെ എൻ്റെ അമ്മയും മരിച്ചു പോയിരുന്നു. ഞാനിപ്പോൾ അനാഥനാണ്, എന്നെ ജയിലിൽ നിറക്കാൻ ആരുമില്ല, ഇതുവരെ എൻ്റെ ഹിയറിംഗ് പോലും കേട്ട് തുടങ്ങിയിട്ടില്ലെന്ന്. ഇത് കേട്ട് ജഡ്ജി ആ കുറ്റവാളിയുടെ അടുത്ത് പറയുകയാണ്, അത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്നൊരു പാകപ്പിഴയാണ്, അത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അടുത്ത തവണ നീ വരുമ്പോൾ എന്തായാലും നിൻ്റെ ഹിയറിംഗ് മൊത്തം കേട്ട് നിനക്ക് ഞാൻ ബെയിൽ തന്നിരിക്കുമെന്ന്. ഇത് കേട്ട് നമ്മുടെ കലയരിസിയും അതുപോലെ തന്നെ അബ്ദുള്ളും ഒത്തിരി ഹാപ്പിയാവുന്നു. അവരവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി തൊഴുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും അന്ന് ആ കോടതി വളപ്പിൽ നിന്ന് വീട്ടിലെത്തിയ കലയരിസി തൻ്റെ ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അടുത്ത ഹിയറിങ്ങിന് ചെല്ലുമ്പോൾ എന്തായാലും അബ്ദുള്ളയ്ക്ക് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ അവനെ വെറുതെ വിടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ചേച്ചിക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അവരന്ന് തൊട്ടേ തൻ്റെ അനിയത്തിയുടെ കൂടെയായിരുന്നു നിന്നിരുന്നത്. ജയിലിലെത്തിയ അബ്ദുള്ള ആവട്ടെ തൻ്റെ സഹതടവുകാരുടെ അടുത്തൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പെരുമാറുന്നത്. കാരണം അവൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അന്ത്യം വരാൻ പോവുകയാണല്ലോ. അങ്ങനെ വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അടുത്ത ദിവസം ഹിയറിങ്ങിന് പോകാനായിട്ട് അബ്ദുള്ള ഒരുങ്ങുന്നത്. ഈ സമയത്താണ് കതിരവനായിരിക്കില്ല അന്നത്തെ എസ്കോട്ട് എന്ന് കതിരവൻ അറിയുന്നത്. അവൻ മാക്സിമം ആ ദിവസം അന്നവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവന് വേറൊരു ഡ്യൂട്ടി അവർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. തൻ്റെ കൂട്ടുകാർ തന്നെയാണ് അബ്ദുള്ളയുടെ കൂടെ പോകാൻ പോകുന്നത്. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എസ്കോട്ടിന് വന്നിരിക്കുന്നത് കതിരവനല്ല എന്ന് അറിയുമ്പോൾ തന്നെ അബ്ദുള്ളയ്ക്ക് ചെറിയ വിഷമമാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കലയരിസിയുടെ ചേച്ചി അവൾക്ക് കുറച്ച് സ്വർണവും കയ്യിലുണ്ടായിരുന്ന പണവും കൂടാതെ അവളുടെ സർട്ടിഫിക്കറ്റും എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായി പറയുകയാണ്. ഇതിനെയൊന്നും ആവശ്യമില്ലെന്ന് അനിയത്തി പറയുമ്പോഴും ഇതൊക്കെ നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്, നീ സന്തോഷമായി എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം തൻ്റെ അനിയത്തിക്ക് കൊടുക്കുന്നു. ഈ സമയത്താണ് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടേക്ക് വന്നിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. അങ്ങനെ അടിയും വലിയും പിടിയുമായിട്ട് അവിടെ വലിയൊരു അടി തന്നെ. മാമനെ കലയരിസി അബ്ദുള്ളയുടെ കൂടെ രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ വെട്ടിക്കൊല്ലാനായിട്ട് വരുന്നു. ഈ സമയം തൻ്റെ സഹോദരി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്കൊന്നും ചെയ്യാനാകുന്നില്ല. അവൾ വെളിയിൽ ഓടി ഇറങ്ങി കുറെ അലറിക്കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം അകത്തേക്ക് ഓടുന്നുണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി. ഈ സമയത്ത് നമ്മുടെ അബ്ദുള്ള നമ്മുടെ കോടതിയുടെ ഫ്രണ്ടിൽ കലയരിസിയെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ അവളെ കാണുന്നില്ല. ഈ ടൈമിൽ പാസ്പോർട്ട് കൊടുക്കാൻ അകത്തേക്ക് ചെല്ലുന്ന പോലീസുകാർ പറയുന്നു, ഈ തവണ ജഡ്ജി മാറിയിട്ടുണ്ട്, അന്ന് ബെയിൽ തരാം എന്ന് പറഞ്ഞ ജഡ്ജിയല്ല ഇപ്പോൾ ഉള്ളതെന്ന്. ആ ടൈമിൽ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് കതിരവൻ അവിടേക്ക് എത്തുകയാണ്. ആ ടൈമിൽ ഇവൻ്റെ കേസിൻ്റെ ഹിയറിങ്ങിന് നമ്പർ വിളിക്കുമ്പോൾ ആ കേസ് അടുത്ത ഡേറ്റിലേക്ക് മാറ്റി എന്നാൽ ജഡ്ജി പറയുന്നു. പക്ഷേ അബ്ദുള്ള അവിടെ കിടന്ന് കരഞ്ഞ് പറയുന്നുണ്ട്, സാർ എനിക്ക് ഇന്ന് ജാമ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കേസ് ഇന്ന് കേൾക്കാമെന്ന് പറഞ്ഞിരുന്നതൊക്കെ കടന്ന് ബഹളമുണ്ടാക്കും.
ആ പ്രശ്നങ്ങൾക്ക് ജഡ്ജി വളരെ ദേഷ്യപ്പെട്ടാണ് അബ്ദുള്ളയുടെ അടുത്ത് പെരുമാറുന്നത്. കതിരവൻ ഓടി വന്നിട്ട് അത് ന്യായീകരിച്ച് പറയുമ്പോൾ, നീ ആരാണ്, എസ്കോട്ട് വന്ന നിനക്കെന്താ, പോലീസ് യൂണിഫോമിൽ വന്നാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ അവനോട് ചോദിച്ചിട്ട് അവനും അവൻ്റെ കൂടെയുള്ള കോൺസ്റ്റബിൾസിനും പണിഷ്മെൻറ്റ് മേടിച്ച് കൊടുക്കുകയാണ് ആ ജഡ്ജി. അയാൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അയാളെ എതിർത്ത് സംസാരിച്ചിരുന്ന പോലീസുകാരൻ തനിക്ക് പണിഷ്മെൻറ്റ് അബ്ദുള്ള കാരണമാണ് കിട്ടിയെന്ന് മനസ്സിലാക്കി കലയിരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ അവനെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി ശ്രമിക്കുന്നു. അങ്ങനെ പിടിച്ചു വലിച്ച് ഓട്ടോയിൽ കയറുന്ന ടൈമിൽ അബ്ദുള്ള അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കതിരവനും മറ്റ് പോലീസുകാരും പുറകിന് ഓടുന്നുണ്ട്. ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് അവൻ ചാടി ഇറങ്ങി വീണ്ടും ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് കലയിരിച്ചി ആ ബസ്സിൽ അതുവഴി പോകുന്നുണ്ടായിരുന്നു. ഇവരുടെ മൽപ്പിടുത്തം കണ്ടിറങ്ങിയ കലയിരിച്ചി പെട്ടെന്ന് തന്നെ ബസ്സിൽ നിന്ന് തൻ്റെ ബാഗുമായിട്ട് ഇറങ്ങി ഓടുന്നു. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബസ് വന്നിട്ട് അവളെ ഇടിക്കുകയാണ്. ഇത് കണ്ടിട്ട് കതിരവൻ ഓടിപ്പോയി നിൽക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും സാധനങ്ങളും എല്ലാം തെറിച്ച് വീണിരിക്കുന്നു. അവളുടെ ബോഡി ബസ്സിനടിയിലാണ്. ഇത് കണ്ട് തകർന്നു വീണ അബ്ദുള്ളയെ പിടിച്ച് ആ പോലീസുകാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് മരിച്ചല്ലോ എന്നോർത്ത് വിഷമിച്ച് കതിരവൻ ആ റോഡിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് കാണിക്കുന്നത് ഈ കഥകളെല്ലാം നമ്മുടെ കതിരവൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ്ങിന് വന്ന കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അയാൾ ചോദിക്കുന്നുണ്ട് അബ്ദുള്ളയ്ക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴാണ് കതിരവൻ ആ കഥ പറയുന്നത്. കുറേ മാസങ്ങൾക്ക് ശേഷം അബ്ദുള്ളയെ കാണാൻ കതിരവൻ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ആ സമയത്ത് കലയിരിച്ചിയും ഉണ്ടായിരുന്നു കൂടെ. അന്ന് അവൾക്ക് അപകടമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ആ ബസ്സിൻ്റെ അടിയിൽ സുരക്ഷിതയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് അവൻ്റെ ആ കേസ് വാദിച്ച് അവനെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച്. അതിനുശേഷം കതിരവൻ ആ കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഒത്തിരി നിയമങ്ങളുണ്ട്, പക്ഷേ നമ്മൾ മറക്കേണ്ടാത്തൊരു കാര്യമുണ്ട്, നമ്മളും ഈ പബ്ലിക്കിലെ ഒരു മനുഷ്യൻ തന്നെയാണ്. സോ അവർക്ക് നമ്മളാൽ കഴിയുന്ന വിധം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കുക. എൻ്റെ ചെറിയൊരു ആക്ട് കൊണ്ട് ഇന്ന് ആ പയ്യന് ഒരു പുതിയ ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പാഠം നിങ്ങളുടെ ഭാവിയിലുള്ള ആ ഒരു യാത്രയിലും ഉപയോഗിക്കണം എന്ന് ആ ട്രെയിനിങ്ങിന് വന്ന് കുട്ടികളുടെ അടുത്ത് കതിരവൻ പറയുന്നു. അത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.